പ്രണയശലഭങ്ങൾ അണയുമോരാഗദൂതുമായി വർണ്ണമേഘശയ്യയിൽ എന്നിലോർമ്മ പുൽകവേ എന്നിലാകെ നിന്റെ മന്ദഹാസം മാത്രം കണ്ടു. ഹായ് ഗായ്സ്, അയ്യോ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നെന്നാ വീട്ടിൽ നിന്നല്ലേ ഇന്ന് വീട്ടിൽ നിന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഒന്ന് നാളെ രാവിലെ ഞാൻ ഡാനി കൂടി വയനാട് ട്രക്കിങ്ങിന് പോകാം. അത് ഒന്നാമത്തെ ഹാപ്പി ന്യൂസ്. രണ്ടാമത്തെ ഹാപ്പി ന്യൂസ് നിങ്ങൾക്ക് എല്ലാം അറിയാലോ, നമ്മളെ ഗീവ് അവേ ഇനി ഒരു 3 വീഡിയോ കൂടി വരും. അതിനും കൂടി നല്ലോണം കമന്റ് ചെയ്തോളൂ. ആർക്കാന്ന് ഗീവ് അവേ എന്ന് കാണാം. ഓക്കെ, ഡാനി എന്നെ താഴ്ച കാത്തുക്കുന്നുണ്ട്. നമ്മൾ ഡാനിനെ കാണാം. ഡാനിയുടെ ഫുള്ള് സെറ്റപ്പില്ലട്ടാ, റോപ്പെല്ലാം കെട്ടി. അയ്യോ ഡാനി പോവാ, അപ്പൊ റെഡിയല്ലേ, വിടല്ലേ? ഇന്ന് പണിമുടക്കാണ്, ദേശീയ പണിമുടക്ക്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും റോഡ് തടയലും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അത് നല്ല രസമായിരിക്കും കേട്ടോ. അപ്പോൾ നോക്കാം എവിടെയെങ്കിലും നമ്മളെ റോഡ് വരെ. നമ്മൾ ഒരിക്കലേ ഊട്ടി പോകുന്ന സമയത്ത് ഞാനും ബായ്സ്കാക്കിയും കൂടി ഊട്ടി പോയിട്ടുണ്ടായിരുന്നു. അതൊരു ദേശീയ ബന്ദ്, അതായത് ഭാരത് ബന്ദ് ഉള്ള സമയത്താണ് പോയത്. ആ പോകുന്ന വഴിക്ക് നമുക്ക് നമ്മളെ സുൽത്താൻ ബത്തേരിയിൽ നിന്നും അത് കഴിഞ്ഞ വാർഡിലൊരു ജംഗ്ഷനിൽ നിന്ന് നമ്മളെ അവർ പിടിച്ചു. പക്ഷെ ഒന്നും ചെയ്തില്ല, വിട്ടു. വരുന്ന വഴിക്ക് പോയത് ഇനി തിരിച്ച് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞിട്ട് വിട്ടു. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷെ ഇത് കഴിഞ്ഞ് തമിഴ്നാട്ടിലെത്തിയപ്പോൾ ഒരു കുഴപ്പമില്ല, എല്ലാം ഓപ്പണാണ്. ഓക്കെ, അപ്പോൾ നമ്മളവിടെ പുകട സ്റ്റേജ് നമ്മളെ പിടിച്ചു. നമ്മൾ അവിടെ പോയിട്ട് പുകട സ്റ്റേ ചെയ്തു. ആ പേപ്പർ ഇപ്പോൾ ഉണ്ട് കേട്ടോ കയ്യിൽ. ഒരു കൊല്ലം വരെ എഴുതിയിട്ടുണ്ട്. ഇതെന്തിനാണ് എടുത്തതെന്ന് വെച്ചാൽ, ഡാനിൻ്റെ ആ ബുള്ളറ്റ് പോകുന്ന ആ സ്റ്റൈലുണ്ടല്ലോ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ മാത്രം കണ്ടുകൊണ്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് എടുത്തേട്ടോ. നല്ല രസമുണ്ട് ആ ഒരു സ്പീഡ് മൂവ്മെൻറ്റിൽ, നല്ല രസമുണ്ട്. അപ്പോൾ നമ്മൾ ഡാനിക്ക് ഓഫ് റോഡ് കയറണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഓഫ് റോഡ് കയറിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളങ്ങനെ ഹൈവേന്ന് തെറ്റി ചെറിയൊരു റോഡിലോട്ട് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു എന്താ പറയുക, നല്ല നാട്ടിൻ പ്രദേശം, നല്ല നെൽകൃഷിയും, നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ പോകാൻ വേണ്ടിയിട്ട്. ഇങ്ങോട്ടൊക്കെ വന്നുകൊണ്ട് ഇതുപോലുള്ള കാഴ്ചകൾ കാണാം. ഓഫ് റോഡാണ്, പക്ഷെ കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ഒരു തൂക്കുപാലത്തിൻ്റെ അടുത്തെത്തി. നടന്നു നോക്കാം നമുക്ക് കയ്യിലോട്ടെ. ഡാനി, ഇതാണ് എൻ്റെ വണ്ടീൻ്റെ കോലം. നമ്മളങ്ങനെ തൂക്കുപാലത്തിലൂടെ ഒന്ന് നടന്നു നോക്കട്ടെ. ആറളം പോയിട്ട് നമ്മൾ തൂക്കുപാലത്തിലൂടെ നടന്നിട്ടുണ്ട്. പക്ഷെ ഇത് കുറച്ചും കൂടി ലോങ് ആണ്, പക്ഷെ നല്ല സേഫുമാണ്. നല്ല സൈക്കിൾ എടുത്തിട്ടൊക്കെ പോവാം. സൈക്കിൾ എടുത്തിട്ട് കയറാം, കുഴപ്പമൊന്നുമില്ല. ഇവിടുന്നുള്ള കാഴ്ച അതിമനോഹരമാണ് കേട്ടോ. അയ്യോ ഡാനി, സൂപ്പർ അല്ലേ? അപ്രതീക്ഷിതമായിട്ട് കിട്ടിയൊരു സംഭവമല്ലേ ഇത്. നല്ല കുലുക്കുണ്ട്, പക്ഷെ നല്ല രസമില്ലേ? നമ്മൾ വിചാരിച്ചില്ല ഇങ്ങനെ ഒരു സ്ഥലം കിട്ടുമെന്ന് അല്ലേ? അടിപൊളി. ഇത് നോക്കിയാൽ നല്ല വിക്കട്ടാ. ഓ പൊളി, അടിപൊളി. ഇത് ഏതാ സ്ഥലം ചോദിച്ചാൽ സ്ഥലമൊന്നും അറിയില്ല,
നല്ല ആട്ടമുണ്ട്, പക്ഷെ നല്ല സ്ട്രോങ് ഉള്ള കമ്പിയും കാര്യങ്ങളല്ല ഇവിടെ. ഡാനി ഡാൻസ് കളിക്കാൻ ഇന്നലെ കയറിയിട്ട് കുലിക്കല്ല പേടിയാത്. എന്തായാലും അടിപൊളി കേട്ടാ. ഇവിടുന്ന് വീണെങ്കിൽ നേരെ വെള്ളത്തിലാ. ആൾ വേണമെങ്കിൽ പാറക്കാറ്റ് പിടിച്ച് നിൽക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. അങ്ങത്തോളം നല്ല ഒഴിക്കൊന്നുമില്ല, ഇവിടെ മാത്രം കുറച്ച് ഒഴിക്കുന്നുണ്ട്. ഇത് നല്ല ഫാമിലി എല്ലാം ആയിട്ട് വന്നിട്ട് ഈ പാലത്തിൻ്റെ മേലെല്ലാം നിന്നിട്ട് നല്ല ഫോട്ടോയിൽ എടുത്തിട്ട് പോയിക്കോ, നല്ല രസമാണ്. പാലത്തിൻ്റെ നടുക്കൊക്കെ കമ്പി നല്ല സ്ട്രോങ് ആണ്, ഒരു കുഴപ്പമില്ല, പേടിക്കൊന്നും വേണ്ട. നല്ല സ്ട്രോങ് ഉള്ളൊരു തൂക്കമാണ് കേട്ടോ. വള്ളത്തിൻ്റെ കളർ കണ്ട, നല്ല പച്ച തെളിഞ്ഞ കളറ്. ഇപ്പോൾ ഡാനിൻ്റെ ഹീറോ ഇതാ, ഡാനിൻ്റെ ഹീറോ ഗോൾഡൻ റൈഡേഴ്സ്. ഇവിടുന്ന് ഇങ്ങനെ വന്ന് ബൈക്ക് ഇങ്ങനെ കയറ്റിയിട്ട് നല്ല അടിപൊളിയായിരിക്കും അല്ലേ. എന്തായാലും നമ്മൾ യാത്ര തുടരുന്നു. മാപ്പേ ബാബാ, ഡോറ ബുജിയിൽ മാപ്പിനെ വിളിക്കുന്ന കാര്യം. എന്തായാലും ആരും കാർ എടുത്തിട്ടൊന്നും ഇങ്ങോട്ട് വരാനൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് പോക്കാം ബൈക്കിൽ വന്നു. നമ്മൾ ആ പാലം കണ്ടില്ലേ, പാലം തൂക്കുപാലം, അതുള്ളത് മദോത്ത് പോയില്ലാണ് കേട്ടോ. മദോത്ത് പോയിൽ ഹാങ്ങിങ് ബ്രിഡ്ജ് എന്ന് പറയും. പിന്നെ അത് വന്ന് അതേ റൂട്ട് കേട്ടോ, അബു സലീം ഖാൻ്റെ ഹോട്ടലും. പിന്നെ അത് കാറിൽ വന്ന് ഇന്ന് ബൈക്കിൽ വരുന്നതിൻ്റെ ഒരു ത്രില്ല്. പിന്നെ അത് കാറിൽ വന്നപ്പോൾ വേറൊരു ത്രില്ല്. എന്താ പറയുക, കുറച്ച് ആൾക്കാർ സംസാരവും ഒരൊച്ചപ്പാടുമായിട്ട് വരുന്നുള്ള ഒരു ത്രില്ല്. ഇന്നെന്താ പറയുക, ഒരു സിംഗിൾ റൈഡല്ലേ, നല്ല രസമുണ്ട് കേട്ടോ. ആ ഒരു ഫീലിങ് വേറെ തന്നെ, രണ്ട് ഫീലിങ് എനിക്ക് കിട്ടി. ക്ലോസാ അബു സലീം ഖാൻ്റെ ഹോട്ടൽ ക്ലോസ് കേട്ടോ. കുഴപ്പമില്ല, നമ്മൾ മിന്നാന്ന് വന്നല്ലോ. എന്തായാലും നമുക്ക് ഇങ്ങനെ നമ്മളെ ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. മേമ്പടിയിൽ നിന്ന് അരണാമലയല്ല, ഇവിടുന്ന് മെന്നാന്ന് വന്നിട്ട് ഭക്ഷണം കഴിച്ച്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതായിരിക്കും നമ്മളെ ഡെസ്റ്റിനേഷൻ അല്ലേ, അരണാമല. അതായിരിക്കാം സാധ്യത. അത് കാണുമ്പോൾ തന്നെ ഒരു അരണാമല മാതിരി ഉണ്ട് അല്ലേ. അത് കാണുമ്പോൾ തന്നെ ഒരു അരണാമലൻ്റെ ലുക്ക് ഉണ്ട്, അരണൻ്റെ മാതിരി ഉണ്ട്. അരണ നമ്മൾ മേമ്പാടി പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ വന്നിട്ട് അവരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ചൂരൽ മലയിലേക്ക് പോകുന്ന വഴിക്ക് ശശിയേട്ടൻ്റെ ചായക്കട അവിടെ എത്തിയിട്ടൊന്ന് വിളിക്കാൻ പറഞ്ഞു. നോക്കാം, പൊളിക്കും നമ്മൾ. ഡാനി. അപ്പോൾ ശശിയേട്ടൻ്റെ ചായപ്പൊടി ഇങ്ങനെ ചോദിച്ച് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. ഡാനി ഇങ്ങനെ ഓടുന്നുണ്ട്. എന്തായാലും അടിപൊളി കാഴ്ച കേട്ടോ. ഇവിടെ കാഴ്ചകൾ കാണാമെന്ന ചിലപ്പോൾ കാറിൻ്റെ അടിയിലേക്ക്. എനിക്ക് ഇവിടുന്നായിരിക്കും നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യണമായിരിക്കും. എന്നിട്ട് ഇവിടുന്ന് നമ്മളെ പിക്ക് ചെയ്തിട്ട് പോരായിരിക്കാം, അറിയില്ല, അവരെ വിളിച്ചു നോക്കാം. അപ്പം നമ്മൾ ശശിയേട്ടൻ്റെ ചായപ്പീടിൻ്റെ അവിടെ എത്തി. എന്നിട്ട് നമ്മളിങ്ങനെ ജീപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ജീപ്പ് എപ്പം വരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാം കേട്ടോ. വേണ്ടത് നമ്മളെ നാട്ടുകാരൊക്കെ ഉണ്ട് കേട്ടോ. എന്താടാ പോയാ വെള്ളച്ചാട്ടത്തിൽ പോയാ? സൂചിപ്പാറ ഇല്ല, പിന്നീട് പോയാ
ആടെ എന്താ ഉള്ളേ? ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടോ? ഗ്ലാസ് ബ്രിഡ്ജ് മൊത്തം ഓഫ് റോഡാ? എന്തായാലും നമ്മള് പോട്ടെ അങ്ങോട്ട്. നമ്മൾ റസിൻ ബായിയുടെ ജീപ്പിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമുക്ക് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്, 4-5. ഷമീർ. അപ്പോൾ നമുക്ക് അവരെ കാണാം. ഹായ്. പേര് ഷമീർ. സനേഷ്. ഓക്കെ, ഒന്നിങ്ങോട്ട് തിരിഞ്ഞു നോക്കോ? പേര് ബേബി. ഇയാള് വയനാട് ജില്ലാ വിജയ് ഫാൻസ് അസോസിയേഷന്റെ സെക്രട്ടറിയാണ്. ഓ, അപ്പൊ വിജയ് ഫാൻസ് അസോസിയേഷന്റെ ഒരു പിന്നെ ആൾക്കാരാണ്, സ്വന്തം ആൾക്കാരാണ് എല്ലാരും. വിജയ് അണ്ണൻ ന്യൂ ഇയർ. വിജയിന്റെ ശരിയായ ആളാണ് കേട്ടോ. പൊളി പൊളി. കുട്ടപ്പി ഓക്കെ, പൊളി ഡ്രൈവർ കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ കൊണ്ടുവിട്ട ആ ജീപ്പുകാരൻ്റെ ഡ്രൈവിങ് സ്കില്ല് പറയേണ്ടത് തന്നെയാണ്. ഭയങ്കര ഡ്രൈവിങ് അച്ഛങ്ങ. അതിൻ്റെ ആ ഒരു എനർജിയൊക്കെ കണ്ടില്ല. എന്താ അറിയില്ല, നമ്മൾ വേഗം ഇവിടെ ഇറക്കി അങ്ങ് പോയി. കാസർഗോഡുകാരെ കുറച്ച് നല്ല എൻജോയ്മെൻറ്റ്സും കാര്യങ്ങളെല്ലാം കാണാം കേട്ടോ. അപ്പൊ നമ്മൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ക്യാമ്പ് ഫയർ ടെന്റിന്റെ അവിടെ പോയിട്ട് ക്യാമ്പ് ഫയർ നടത്താൻ പരിപാടി കേട്ടോ. അപ്പൊ നമ്മളെ കൂടെ ഉള്ളതെന്ന് വെച്ചാൽ കാസർഗോഡ് എനർജി ആയിട്ടുള്ള പിള്ളന്മാരുണ്ട. നമുക്ക് കണ്ടേ ಮಲೆನಾಡಿನ ಊರಿ ಬ್ಯಾರಿ ಮೀನಿ ಬಿಟ್ಟೋಂಡು മോനെ സാറമ്മ ഇത് എത്ര മണിക്ക് കത്തിക്കും? ഇതിപ്പോ ഒരു 5 മിനിറ്റിനുള്ളിൽ കത്തിക്കുന്നതാണ്. കത്തിക്കണം. എല്ലാരും നല്ല ഉഷാറില്ല, അടിപൊളി. മൗനമീ വേദമാ മലർകൾ പേസുമാ പേസിനാൽ ഓയുമാൻപേ മലരേ മൗനമാ മൗനമേ വേദമാ. പ്രണയശലഭങ്ങൾ അണയുമോരാഗദൂതുമായി വർണ്ണമേഘശയ്യയിൽ എന്നിലോർമ്മ പുൽകവേ എന്നിലാകെ നിന്റെ മന്ദഹാസം മാത്രം കണ്ടു പരാപദം ചേതോഹരം പ്രേമാമൃതം പെയ്യും നിജ നവമേഘമേ കൂടിക്കൊണ്ടുവാ
ചെങ്കുറിഞ്ഞി പൂവേ നറുചുംബനങ്ങൾ നൽകാം താരാപഥം ചേതോഹരം പ്രേമാമൃതം പെയ്യുന്നിതാ. നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാം റെഡി. കോവിലിൽ പുലർവേളയിൽ ജയദേവഗീതാലാപനം കേവലാനന്ദാമൃത തിരയാഴിൽ നീരാടി നാം പുത്തിലഞ്ഞോട്ടിൽ മലർമുത്തു കോർക്കാൻ പോകാം ആനക്കേറാമേക്ക് ഇനി ആയിരത്തിരിക്കൊളുത്താം. ഗൈസ് അങ്ങനെ നമ്മൾ പാട്ടും പരിപാടി എല്ലാം കഴിഞ്ഞു. നമ്മളെ കാസർഗോഡ് പിള്ളന്മാർ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മളിനി ഭക്ഷണം കഴിക്കാൻ പോകുന്നു കേട്ടോ. നല്ല ചിക്കൻ കറി ഉണ്ട് കൊണ്ടുവച്ചിട്ട്. ആ ചപ്പാത്തി കിട്ടിയിട്ടുണ്ട്. ഇതെന്നാ ഗീ റൈസും കിട്ടി. എന്റെ പേരെന്നാ അഖിൽ. ഇങ്ങനെ വിളമ്പി കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും. ചപ്പാത്തി വേണ്ടവർക്ക് ചപ്പാത്തി, നെയ്ച്ചോറ് വേണ്ടവർക്ക് നെയ്ച്ചോറ് എല്ലാം ഇട്ട് കൊടുക്കും കേട്ടോ. സലാഡ് വേണ്ടുന്നൊരു സ്പൂൺ എടുത്ത് കുത്തിയെടുക്കുക. എത്ര ചപ്പാത്തി ഇടാ നീ എടുത്തിന്? എടാ രണ്ടെണ്ണ. എനിക്ക് 2 പുള്ളിങ്ങളുള്ളൂ. ആ ഓക്കെ. അടി ഇതൊന്നും പോരെ. എന്ത് കുറച്ചല്ലേ ഉള്ളു മോനെ. ഇനിയല്ലോ ഇത്രേ ഉള്ളു പുള്ളിങ്ങല്ലോ. അടി ഇതെന്നാ കോഴിക്ക് കൊടുക്കുന്നതാ? എന്ത് ഇത്ര കുറച്ചൊന്നും? ഇവരൊക്കെ മിതമായ ഭക്ഷണക്കാരാന്ന് തോന്നുന്നു സ്റ്റാർട്ടിങ് ആവലും. ചങ്ങായി എടുത്ത് കാണുമ്പോ എനിക്ക് സങ്കടം വരുന്നത്. ഇത് നമുക്ക് കുറച്ച് അയ്യോ ഒന്നും കൂടി ചപ്പാത്തി കൂടി ചപ്പാത്തി ഒന്നൊന്നും പോരാ കേട്ടോ എടുക്കുന്നത്. ഇപ്പൊ കൈയിട്ട് എടുക്കുന്നുണ്ട്. എപ്പടി ഇருக்கு? എന്തുണ്ട് നെയ്ച്ചോറ്? പോരയിലുണ്ടാക്കുന്ന പോലെ ഉണ്ട്. എടാ എന്തുണ്ടാ ഫീലിങ്? അടിപൊളി. അത് എല്ലാരും പറയുന്ന അടിപൊളിന്ന്. നിങ്ങളൊരു ഭാഷയിൽ പറ. കാസർഗോഡ് ഭാഷയിൽ പറ. നല്ലോണം പൈച്ചിലുണ്ടായി. പൈച്ചില് ടേസ്റ്റ് ഇപ്പൊ നല്ല ടേസ്റ്റില്ല. സത്യം പറഞ്ഞിപ്പോ പറയാൻ ടൈമില്ല. പ്ലീസ് പറയാൻ ടൈമില്ല. ആ മുത്തേ കുറച്ചെടുത്തോളാം. അയ്യോ ആ ഒരു ഇത് കണ്ട. നമ്മള് നോർമലി ബായിസ് കാക്കാനെ കൊണ്ടും ജുനൈദിനെ കൊണ്ടും ഇവരെല്ലാം കൊണ്ടേ തിന്നിച്ചിട്ടുള്ളൂ. ഇതാ കാസർഗോഡുകാരെ കൊണ്ടും കൂടി തിന്നിച്ചിട്ട് അതിന്റെ ഒരു എന്താ പറയണ്ടേ. എടാ നീ തിന്നതിനാ? നീ ഒന്ന് സംഭവം എടുത്തങ്ങനെ ഫുള്ളായിട്ട് പിതിങ്ങിയ പിതിങ്ങിയോ? അവിടെ ഇവിടെ വന്ന എല്ലാവർക്കും കഴിക്കണം കേട്ടാ. നീ മാത്രം ഇങ്ങനെ കഴിക്കല്ല. ഇനിയും 10-20 ആള് വരാനുണ്ട്. അപ്പൊ നമ്മൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ അങ്ങോട്ടേക്ക് നല്ല നല്ല വീഡിയോസ് ഇടാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കഴിഞ്ഞിട്ടില്ല. രണ്ടാമത്തെ ഒരു ഭാഗം കൂടി വരാനുണ്ട്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം ഗൈസ്.